എക്സ്റ്റസി അല്ലെങ്കിൽ മോളി എന്നറിയപ്പെടുന്ന MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് ആരോഗ്യപരമായി സാമൂഹികമായും വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശാരീരികമായും മസ്തിഷ്കപരമായും അഥവാ മാനസികപരമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. MDMA ഒരു ഹാലൂസിനോജൻസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഡ്രഗാണ്. അതിന് ഒരു സ്റ്റിമുലന്റ് ഇഫക്റ്റുമുണ്ട്. അതായത് മസ്തിഷ്ക ഉത്തേജനം, അതും ഒരു എഫക്റ്റാണ്. സാധാരണയായി നമ്മുടെ മസ്തിഷ്കത്തിൽ രാസവസ്തുക്കൾ, അതായത് ബ്രെയിൻ ന്യൂറോ കെമിക്കൽസ്, ഡോപ്പമിൻ, സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ മുതലായവ നമ്മളുടെ സാധാരണയുള്ള ഇമോഷൻസിനെ അല്ലെങ്കിൽ വികാരങ്ങളെ, സന്തോഷം, സ്നേഹം, സഹാനുഭൂതി നിയന്ത്രിക്കുന്നവയാണ്. ദീർഘകാലമായുള്ള ലഹരി ഉപയോഗം കാരണം ഈ രാസവസ്തുക്കളുടെ ഉൽപാദനം ക്രമാതീതമായി വർദ്ധിക്കുകയും അതിനെ തുടർന്ന് അമിതമായ ഉന്മാദം അല്ലെങ്കിൽ മേനിയ, അമിതമായ വിഷാദം, ഡിപ്രഷൻ, മാനസികമായ വിഭ്രാന്തി മുതലായ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ MDMA അത് പൗഡർ രീതിയിലും അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് രീതിയിലും അവൈലബിൾ ആണ്. ടാബ്ലറ്റ്സ് രീതിയിലാണെങ്കിൽ അത് വെള്ളത്തിൽ അലിയിച്ച വ്യക്തികൾ ഉപയോഗിക്കാറുണ്ട്. പൗഡർ രീതിയിലാണെങ്കിൽ സ്നോട്ടിംഗ് എന്ന് പറയും, അത് മൂക്കിലൂടെ എടുക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ആക്ച്വലി ഒരു പാർട്ടി ഡ്രഗ് എന്നാണ് MDMA പൊതുവെ പറയപ്പെടുന്നത്. ഒരു വ്യക്തി MDMA ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൂടെയുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സോ അത് മദ്യപാനം അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ സ്മെല്ല് വരുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും. പക്ഷെ ഇവിടെ അങ്ങനെ യാതൊരു രീതിയിലുള്ള സ്മെല്ലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി എടുക്കാനും ബുദ്ധിമുട്ടാണ്. MDMA ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് 3 മണിക്കൂർ തുടങ്ങി 6 മണിക്കൂർ വരെ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. രാത്രിയിൽ ഉറക്കം ഉളച്ചിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നു. സോ ആ സമയത്ത് ഉറക്കം ഒന്നുമില്ലാതെ നല്ല ഉന്മേഷത്തോടെ ജോലി ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് തുടങ്ങാറുണ്ട്. സോ MDMA ഉപയോഗിച്ച് ഒരു ഇനീഷ്യൽ 3 to 6 hours അതിന്റെ എഫക്റ്റ്, അതായത് അമിതമായ ഒരു സന്തോഷം, അമിതമായ സ്നേഹം, സഹാനുഭൂതി മുതലായ അനുഭവങ്ങൾ ഉണ്ടാവും. 6 മണിക്കൂറിന് ശേഷം ഒരു വല്ലാത്തൊരു പിൻവാങ്ങൽ അവസ്ഥ അഥവാ വിഡ്രോവൽ സിംറ്റംസ് വ്യക്തികൾക്കുണ്ടാകും. അതിനുശേഷം ഛർദ്ദിക്കാൻ വരുന്നു, അമിതമായ ക്ഷീണം, അമിതമായ ഉത്കണ്ഠ മുതലായ സിംറ്റംസ് കാണിക്കാറുണ്ട്. തുടക്കം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈയിലോട്ട് പോകുമെങ്കിലും ആ ഒരു 6 മണിക്കൂർ അതിന്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു ഭീകരമായ ലോ അവസ്ഥയിലേക്കാണ് വ്യക്തികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദീർഘകാലം ഇങ്ങനെ ഉപയോഗിക്കുന്നവരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായ ഉന്മേഷം അല്ലെങ്കിൽ മേനിയ പോലുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ അമിതമായ വിഷാദം, അല്ലെങ്കിൽ അവരുടെ തന്നെ ഇമോഷൻസിനെ, വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ഇതെല്ലാം നമ്മൾ മസ്തിഷ്കമായി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇനി ഫിസിക്കലി, ശാരീരികപരമായി പറയുമ്പോൾ MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഹാർട്ടിനെ, നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കാം. കരള്, കിഡ്നി മുതലായ അവയവങ്ങളെ ബാധിക്കുന്നുണ്ട്. ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുകയും ബ്ലഡ് പ്രഷർ വല്ലാതെ കൂടുകയും അതിനെ തുടർന്ന് അരിത്മിയാസ് പോലെയുള്ള ഹൃദയത്തിന്റെ താളം തെറ്റുന്ന പോലെയുള്ള കണ്ടീഷനിലേക്ക് പോവുകയും അതിനെ തുടർന്ന് ആകസ്മികമായി ഹൃദയസ്തംഭനം മൂലം മരണം വരെ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ വൃക്ക, ലിവർ അതിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ ബാധിച്ച് കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ എന്നീ അവസ്ഥകളിലേക്കും പോകുന്നുണ്ട്. സോ ഇതെല്ലാം ഇതിന്റെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഇനി സാമൂഹികപരമായി നോക്കുമ്പോൾ MDMA പോലെയുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ കുടുംബജീവിതത്തിലും സോഷ്യൽ ലൈഫിലും തൊഴിൽപരമായും നിറയെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കുടുംബജീവിതത്തിൽ നിറയെ പ്രശ്നങ്ങളുണ്ടായി ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷന്റെ വക്കിൽ വരെ എത്തുന്ന നിരവധി ദമ്പതികളെ നമ്മൾ ഡെയിലി OPയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു, ജോലിയിൽ നിരന്തരം ലീവ് എടുക്കേണ്ടി വരുന്നു. ഇതിനെ തുടർന്ന് ജോലിയിൽ നിന്നും പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെയും ബുദ്ധിമുട്ടുന്ന ആളുകളും ഡെയിലി നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നിലവിൽ കൺസേണിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം, ഈ ഒരു ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ആളുകൾ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളിനെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും അവർക്ക് എന്ത് തന്നെ സംഭവിച്ചായാലും എങ്ങനെയെങ്കിലും എനിക്ക് ഈ വസ്തു അല്ലെങ്കിൽ എനിക്ക് ഈ പദാർത്ഥം കിട്ടണം എന്നുള്ള ഒരു ടെൻഡൻസിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോഴത്തെ വ്യക്തികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ലഹരി ഉപയോഗം കാരണം. സോ ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തില് വളരെയധികം പ്രത്യാഘാതം ഉണ്ടാക്കുകയും സമൂഹത്തിന്റെ തന്നെ ആ ഒരു താളം തെറ്റുകയും ഈ സമൂഹത്തിൽ തന്നെ ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്.